കാണേണ്ടവർ കാണേണ്ടത് കാണാതിരിക്കുമ്പോഴും കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുമ്പോഴുമാണ് സാക്ഷി ടിവിക്ക് പലതും വാർത്തയാക്കേണ്ടി വരുന്നത്. ഇത് ആയൂർ ജംഗ്ഷൻ. ആയൂർ ജംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ സവിശേഷത 4 റോഡുകൾ ചേരുന്ന ഒരു വലിയ പട്ടണമാണ് ആയൂർ ടൗൺ. തിരുവനന്തപുരത്തു നിന്നും സ്റ്റേറ്റ് ഹൈവേ കടന്ന് കൊട്ടാരക്കരയ്ക്കും, കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും, ആയൂരിൽ നിന്നും അഞ്ചലേക്കും, ഓയൂരിൽ നിന്നും ആയൂരിലേക്കും റോഡുകൾ സംഗമിക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് ആയൂർ പട്ടണം. പല സ്ഥലങ്ങളിലായി ധാരാളം ആൾക്കാർ വ്യാപാരത്തിനായി വന്നു പോകേണ്ടി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ആയൂർ. എന്നാൽ ഈ ആയൂർ ഇപ്പോൾ വൈകുന്നേരം വലിയ ഗതാഗത കുരുക്കാണ്. ഈ ഗതാഗത കുരുക്ക് കാരണം ആൾക്കാർ ആയൂരിലേക്ക് സാധനങ്ങൾ വാങ്ങാനോ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ ആയൂരിൽ എത്തിച്ചേരാറില്ല. കാരണം ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് റോഡ് മുറിച്ചു കടക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ബാലികേറ മലയായിരിക്കുന്നു. ഈ ഗതാഗതക്കുരുക്ക് കാരണം ബുദ്ധിമുട്ടുന്ന അനേകം ജനജീവിതങ്ങളുണ്ട്. ഒന്ന് ഓർക്കണം, ഈ ഗതാഗതക്കുരുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയിലാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ ആയൂരിൽ ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുക. ഇതിനൊരു പരിഹാരം കാണേണ്ടതല്ലേ? കൊട്ടാരക്കര ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആൾക്കാർ ആശ്രയിക്കുന്ന റോഡാണ്. പലപ്പോഴും ആംബുലൻസ് പോലും ഈ കുരുക്കിൽപ്പെട്ട് കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. വ്യാപാര മേഖല ഉള്ളത് വളരെ സ്തംഭിച്ച ഒരവസ്ഥയിലാണ്. പാർക്കിംഗ് സൗകര്യം തീരെയില്ല. വ്യാപാരികൾ വളരെ ധർമ്മസങ്കടത്തിലാണ്. ആ വ്യാപാരികളുടെ ആ വിഷമതകൾ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. ഈ ആയൂർ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരങ്ങളെല്ലാം സ്തംഭനാവസ്ഥയിലാണ്. ഒരു വാഹനം നിർത്താനോ കടയിൽ കയറി ഒരു സാധനം വാങ്ങിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയാകുമ്പോൾ വാഹനം നിർത്തിയിടുക എന്ന് മാത്രമല്ല, 1 മിനിറ്റ് വാഹനം നിർത്തിയിട്ട് കടയിലൊന്ന് കയറി കഴിഞ്ഞാൽ അപ്പോഴേ അത് തെറ്റിയടിക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. വാഹനത്തിൽ പോകുന്ന ആരും ഈ ജംഗ്ഷൻ പ്രദേശങ്ങളിൽ വാഹനം നിർത്തിയോ കടകളിൽ കയറുകയോ ചെയ്യാത്തതുകൊണ്ട് പൊതുവെ ഈ ചെറുകിട വ്യാപാര മേഖല സ്തംഭനത്തിലാണ്. ഒപ്പം ആയൂർ ജംഗ്ഷനിൽ അതിപ്പോൾ വളരെ ഗുരുതരമായ നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകും. കടയിൽ കയറാനും സാധനങ്ങൾ വാങ്ങാനുമുള്ള അവകാശം വാഹനത്തിൽ വരുന്നവർക്ക് കൊടുക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. അതില്ല എങ്കിൽ ഈ കടകൾ കൂട്ടി ഞങ്ങൾ ഈ വ്യാപാരം നിർത്തിവെക്കാൻ മാത്രമേ കഴിയൂ. ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാനമായിട്ടും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗതാഗത പ്രശ്നമാണ്. പാർക്കിങ്ങുകൾ തീരെയില്ല. ഒരു വണ്ടി എങ്ങും കൊണ്ടുവയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ആയൂരിൽ നിലവിലുള്ളത്. എല്ലാ വ്യാപാരികൾക്കും ഇവിടെ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടി പോലും എങ്ങും കൊണ്ടുവയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് കടകളിൽ ആൾ കയറാൻ പറ്റുന്നില്ല. എല്ലാവരും നോക്കി വണ്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു കടകളിലേക്ക് ഒരാൾ കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയ ആയൂരിന്റെ അവസ്ഥ. ഒരുപാട് ബുദ്ധിമുട്ടാണ് വ്യാപാരികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. കച്ചവടം തീരെയില്ല. വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയൂരത്തെ പ്രശ്നങ്ങൾ. ഓഫീസ് ടൈമുകൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ 4 മണി മുതൽ ഒരു 6-7 മണി വരെ നിറയെ വണ്ടികളാണ്. ഗതാഗതക്കുരുക്കാണ് പ്രധാന പ്രശ്നം. അത് കാരണം നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. അതിനെ പരിഹാരം എന്ന് പറയുന്നത് നല്ല പാർക്കിംഗ് സൗകര്യങ്ങൾ പഞ്ചായത്തിൻ്റെതായാലും ഒക്കെ ആയാലും നല്ല പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ട കാര്യം. നമ്മളെപ്പോൾ ആയൂർ ടൗണിലേക്ക് വന്നാലും നല്ല ഗതാഗത കുരുക്കാണ്. നമ്മൾ ഇപ്പോൾ ഒരു സാധനം ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വരണമെങ്കിൽ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് പിന്നെ എവിടെയെങ്കിലും നടന്നു പോയി അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ്. ഏത് സമയത്തായാലും സന്ധ്യാസമയത്തായാലും ഏത് സമയത്ത് വന്നാലും നല്ല ഗതാഗത കുരുക്കാണ്. നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്.
ഇനിയെങ്കിലും കാണേണ്ടവർ കണ്ണു തുറന്നാൽ ഈ ഗതാഗത കുരുക്കിന് ഒരു ശാപമോക്ഷമുണ്ടാകും. ഒരു ജനതയുടെ സമയവും ആരോഗ്യവും നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. തീർച്ചയായും ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികാരികളും ആയൂർ ടൗണിലേക്ക് വൈകുന്നേരം ഒന്ന് ഇറങ്ങി നിന്ന് ഇതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി ആയൂരിന്റെ ഗതാഗത കുരുക്കിൽ നിന്നും ആയൂരിനെ മോചിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാക്ഷി ടിവിക്ക് വേണ്ടി രാജ്മോഹനൻ.